കേരളത്തെ നടുക്കിയ ഒരു കേസ് നടന്നിരിക്കുകയാണ് കാലടിയിൽ. 19 വയസ്സുള്ള ചിത്രപ്രിയ എന്ന പെൺകുട്ടിയുടെ ശരീരം മലയാറ്റൂരിൽ കാലടി പോലീസ് കണ്ടെടുത്തു. ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് ഈ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ അലൻ 21 വയസ്സുകാരനാണെന്നാണ് പോലീസ് പറയുന്നത്. അലനും ചിത്രപ്രിയയും ചെറുപ്പകാലം മുതൽ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരാണെന്നും അതുപോലെ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അടുത്തിടയ്ക്ക് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പിലേക്ക് ലീഡ് ചെയ്തു എന്നും ഇതിനുശേഷം ചിത്രപ്രിയ നാട്ടിൽ വന്നപ്പോൾ അലൻ അവളെ കാണാൻ ചെന്നിരുന്നെന്നും അപ്പോൾ അയാൾ ദേഷ്യം മൂത്ത് ഈ കുട്ടിയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊന്ന് ശരീരം സെബിയൂർ റോഡ് കുരിശുമൂട് മലയുടെ ചോട്ടിലാണ് ഈ കുട്ടിയുടെ ശരീരം കണ്ടെത്തിയത്. ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് ഓർക്കേണ്ട കാര്യം, ഇന്നത്തെ പല യുവാക്കളും ദേഷ്യം, സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്വഭാവം, ഒരു പെൺകുട്ടി നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാതെ അതൊരു ഈഗോയ്ക്ക് ഒരു ഇൻസൾട്ടായിട്ട് എടുക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം. നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കുട്ടികളെ വളർത്തുന്നത്, അതേ ശ്രദ്ധ ആൺകുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഈഗോയിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് അവർക്ക് വരില്ല. പിന്നെ തങ്ങളുടെ ആൺമക്കൾ അവർക്ക് എന്തുമാകാം, എൻ്റെ മകൻ ബെസ്റ്റാണ് എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ പല അമ്മമാരും. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി അവരെ ഇമോഷൻസ് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ ദേഷ്യം കൺട്രോൾ ചെയ്യാനും പഠിപ്പിച്ചാൽ ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ ഇന്നത്തെ പേരൻസിന് ആർക്കും തന്നെ കുട്ടികളുടെ കൂടെ ഇരിക്കാനോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ സമയമില്ല. അതാണ് ഈ ഒരു ഇമോഷണൽ കൺട്രോൾ ഇല്ലായ്മയുടെ മെയിൻ ഇഷ്യൂ. എനിവേ, ഈ കുട്ടിക്ക് ജസ്റ്റിസ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.